നമ്മളിൽ പലർക്കും ഉച്ചഭക്ഷണത്തിന് ശേഷവും രാത്രി ഭക്ഷണത്തിന് ശേഷവും അല്പം മധുരം കഴിക്കുന്ന ഒരു ശീലമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു ശീലം മാത്രമാണോ, അതോ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ആണോ എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ ആ സമയത്ത് വളരെ കൂടുതലായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. സാധാരണയായി നിങ്ങളൊരു ഭക്ഷണം കഴിച്ച് ഒരു 20 മിനിറ്റിനകം നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിനെ നിയന്ത്രണത്തിൽ വരുത്താനായി നിങ്ങളുടെ പാൻക്രിയാസ് അപ്പോൾ ഇൻസുലിൻ റിലീസ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ നിങ്ങളുടെ സാധാരണയായ ഭക്ഷണ രീതിയിൽ കൂടുതലായും കാർബോഹൈഡ്രേറ്റും ഷുഗറും അടങ്ങിയ ഭക്ഷണങ്ങളാണ് പതിവെങ്കിൽ നിങ്ങളുടെ പാൻക്രിയാസ് എപ്പോഴും കൂടുതലായി ഇൻസുലിൻ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് ഈ കൂടുതലായുള്ള ഇൻസുലിൻ റിലീസിനെ ബാലൻസ് ചെയ്യാനായി നിങ്ങൾ കൂടുതലായി ഭക്ഷണം കഴിക്കേണ്ടതായും വരും. ഈ രീതിയിലാണ് നിങ്ങളുടെ ഭക്ഷണ രീതിയെങ്കിൽ 2-3 ദിവസം നിങ്ങൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റും ഗ്ലൂക്കോസും അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ അല്പം ലോ കാലറി ഭക്ഷണം കഴിച്ചാലും ഇൻസുലിൻ കൂടുതലായി തന്നെ റിലീസ് ചെയ്യപ്പെടും. ഈ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ കൂടുതലായി ഗ്ലൂക്കോസിൻ്റെ ആവശ്യം വരികയും അതുകൊണ്ട് നമുക്ക് ഉടനെ ഷുഗർ അടങ്ങിയ ഭക്ഷണം കഴിക്കാനുള്ള ക്രേവിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് നമ്മൾക്കും ഉച്ചഭക്ഷണത്തിനും രാത്രി ഭക്ഷണത്തിനും ശേഷം അല്പം മധുരം അടങ്ങിയ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ക്രേവിംഗ് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവുന്നത്.